ലൈഫ് മിഷൻ ചിറ്റൂർ വെള്ളപ്പന കോളനിക്കാരോടുള്ള സർക്കാർ വഞ്ചനയ്ക്ക് 9 ആണ്ട്. ലൈഫ് മിഷനു വേണ്ടി സ്വന്തം വീടുകളിൽ നിന്നും 17 കുടുംബങ്ങൾ കുടിയിറക്കപ്പെട്ട നോവിന്റെ കഥ. 2017 ഏപ്രിൽ 27-നാണ് അന്നത്തെ മന്ത്രി KT ജലീൽ വെള്ളപ്പനയിൽ ഫ്ളാറ്റ് മോഡലിൽ ലൈഫ് പ്രഖ്യാപനം നടത്തിയത്. ഇതേ വർഷം തന്നെ മെയ് 28-ന് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊട്ടിഘോഷിച്ച് മന്ത്രി AK ബാലന്റെ നേതൃത്വത്തിൽ നടന്നു. 6 മാസത്തിനകം പദ്ധതി പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ഇപ്പോൾ 9 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവൃത്തികൾ എങ്ങും എത്തിയിട്ടില്ല. സർക്കാരിന്റെ ലൈഫ് മിഷനിൽ വിശ്വാസമർപ്പിച്ച കുടുംബങ്ങളിൽ ഭൂരിഭാഗവും വാടക വീടുകളിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഇതിനിടയിൽ പലരും രോഗം പിടിപെട്ട് മരണത്തിനും കീഴടങ്ങി. അപ്പോൾ അത് പൊളിച്ചിട്ട് പറഞ്ഞാൽ 6 മാസം കൊണ്ട് ഞങ്ങൾക്ക് ചാവിയാലാ വീട് പണിയാവുന്നതാണ്. അപ്പോൾ കൊഴിഞ്ഞ് മാറി ഇവിടെ വന്ന് കൂടി ഇതുള്ള അന്യത്തിന് സ്ഥലമാണ്. അതൊരു വാടക കെട്ടി അങ്ങനെ അത് കൂടാരന്മാരെ കെട്ടി തന്നിട്ട് ഇരിക്കുകയാണ്. അത് ഇപ്പോൾ 8-10 കൊല്ലമായി അത് ആകണമായില്ല. ഞങ്ങൾക്ക് വാടക കൊടുക്കാനും വയ്യ, ജോലിക്ക് പോകാനും വയ്യ, 2 കണ്ണും കാണുന്നില്ല. അവൾക്കും വയ്യ, മുട്ടും കാര്യം വേദനയാണ്. ഇങ്ങനെ ഇത് ഭയങ്കര കഷ്ടത്താണ്. ഈ പെൻഷൻ കാർഡ് കിട്ടിയിട്ടാണ് ജീവിക്കുന്നത്. അതിൻ്റെ മരുന്ന് വാങ്ങണം, അത് ചെയ്യണം, എല്ലാ കാര്യം നോക്കണം. വെയിൽ മൊത്തം അതിനൊന്നും ഇരിക്കാൻ പറ്റില്ല, തകരം ചൂടായിട്ട് ഭയങ്കര കുറച്ച് സമാനമായിട്ട് ഭയങ്കര മുങ്ങിയിട്ടിരിക്കും. എന്താ ചെയ്യുക, സഞ്ചാരം അടിച്ചിട്ട് പുറത്ത് കണ്ണും കാണുന്നത് പുറത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. പാമ്പുകളെ ശല്യം ഭയങ്കര ചൂടുകാലമാകുമ്പോൾ വായു തുറന്നു വെച്ചിരിക്കാനും പറ്റില്ല, അടച്ചു വെച്ചിരിക്കാനും പറ്റില്ല. അങ്ങനെ നിർമ്മേനാണ് ഇതിനെ എന്താ ചെയ്യാൻ പറ്റുക? ഞങ്ങൾക്ക് എന്തെങ്കിലും വഴിയായിട്ട് ഓട്ടോ എടുത്ത് ചാള കിട്ടിയാൽ വൈകിരിക്കാനും സമാധാനിച്ചിരിക്കാനും. ചൂടും മഴയും തരണം ചെയ്താലും സ്വന്തമായൊരു വീട് ലഭിക്കുമെന്ന ഇവരുടെ വിശ്വാസമാണ് ഇടതു സർക്കാരിന്റെ കൊടും വഞ്ചനയ്ക്ക് ഇവരെ ഇരയാക്കിയത്. ഇവിടെ വന്നിട്ട് 9 വർഷമായിട്ട് ഇപ്പോൾ നാളെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 10 വർഷവും കഴിഞ്ഞു, 5 വർഷവും കഴിഞ്ഞു. ഇനിയത്തെ ഭരണം എങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല. ഒക്കെ ശരിയാക്കി തരാൻ റെഡിയാക്കാൻ പറയുന്നുണ്ട്. എന്താകുന്നൊന്നും അറിയില്ല. 6 മാസത്തിൻ്റെ ഉള്ളിൽ ചാവി തരാമെന്നിട്ടാണ് ഞങ്ങളെ മാറ്റിയിട്ട് ഇപ്പോൾ 9 വർഷമായി. ഈ 9 വർഷമായിട്ട് ഇപ്പോൾ ഒന്നും പണിയും കഴിഞ്ഞിട്ടില്ല. പണി നടക്കുന്നുണ്ട്, പക്ഷേ ഇന്നലെ ഇന്നുമായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി എപ്പോഴാണ് ഇതിൻ്റെ മുടിവ് എന്നറിയില്ല. ഇനി ഭരണം മാറിയിട്ടുണ്ടല്ലോ. ഇനി ഭരണം മാറിയത് കൊണ്ട് ഒരു സന്തോഷമുണ്ട്, നടത്തിത്തരും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഒക്കെ വന്നിട്ടൊന്നുമില്ല, ആരും അന്വേഷിച്ച് വന്നിട്ടൊന്നുമില്ല. പുതിയ ഭരണക്കാരും എത്തിയിട്ടില്ല. വരികയായിരിക്കും, അവർക്ക് ഓരോ തിരക്കുകളും അതും ഇതുമൊക്കെ ആയിട്ട് അങ്ങനെ ആയിരിക്കും. എത്തിയിട്ടില്ല ആരും. അവരുടെ കയ്യിലിപ്പോൾ ഭരണം കിട്ടിയിട്ടില്ലല്ലോ. ജയിച്ചിട്ടുണ്ട്, ഭരണമൊന്നും അവരുടെ കയ്യിൽ ആയിട്ടില്ലല്ലോ. ആയിക്കിട്ടി എന്തെങ്കിലുമൊക്കെ ആവുക. 5,19 ലക്ഷം രൂപ ചിലവിൽ 5 നിലയുള്ള ഫ്ളാറ്റ്. പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കാനായി ലൈറ്റ് ഗേജ് സ്റ്റീൽ ഫ്രെയിം സാങ്കേതികവിദ്യയാണ് ഉപയോഗിച്ചത്. ഉരുക്കിന്റെ ഫ്രെയിമിൽ ഷീറ്റുകൾ വെച്ച് പിടിപ്പിച്ചുള്ള നിർമ്മാണ രീതിയാണിത്. പലതവണ ടെൻഡർ മാറ്റിയും മറ്റു സാങ്കേതിക കാരണങ്ങൾക്കുമൊടുവിൽ 2019 ഡിസംബറിൽ തെലങ്കാനയിലെ കമ്പനി ടെൻഡർ സ്വീകരിച്ചിരുന്നെങ്കിലും നിർമ്മാണം തുടങ്ങാൻ പിന്നെയും 1 വർഷമെടുത്തു. ഇതിനിടെ സർക്കാർ യഥാസമയം ഫണ്ട് നൽകാത്തതിനാൽ കമ്പനി നിർമ്മാണം നിർത്തിവെച്ചു. പിന്നീട് പ്രതിപക്ഷ സംഘടനകളുടെ ശക്തമായ സമരത്തെ തുടർന്നാണ് വീണ്ടും പ്രവൃത്തി തുടങ്ങിയത്. ഇപ്പോഴാകട്ടെ പദ്ധതി പ്രദേശം കാട് പിടിച്ചു കിടക്കുകയാണ്. ഇരുമ്പ് ഫ്രെയിമുകളെല്ലാം തുരുമ്പെടുത്തു തുടങ്ങി. ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയായാൽ തന്നെ ഈ വീടുകൾ വാസയോഗ്യമല്ലെന്നാണ് പറയുന്നത്. ഒഴിപ്പിച്ചു വിട്ടിട്ട് അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ അങ്ങനെ വേഗം കെട്ടിത്തരാം നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. അതോടെ പിന്നെ അവർ പോയത് തന്നെ ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് മക്കളും കുട്ടികളൊന്നും ഇല്ല. മൂപ്പർക്ക് കണ്ണ് കാണില്ല. ഇങ്ങനെ ഈ 8 കിലോ അരിയും ഈ വരുമാനം പെൻഷൻ കാശിലായിരുന്നു ഞങ്ങൾ ഇതുവരെ കഴിഞ്ഞത്. ആരും സഹായിക്കാണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം വേണം. എന്തെങ്കിലും ഒരു സഹായം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാനേ പറ്റില്ല. നാട്ടുകാരെ സഹായം ഇല്ലാണ്ട് ഒരു സെൻറ്റ് ഭൂമിയാണെങ്കിലും ഞങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടി വെച്ചാൽ ഞങ്ങൾ ഒരു ഷെഡ് വെച്ചിട്ടാണെങ്കിലും ഇരിക്കുക. ഇതിപ്പോൾ അടുത്തുള്ളവരുടെ സ്ഥലമാണ്. ഞങ്ങൾ എപ്പോഴാണ് ഇവിടെ നിന്ന് കാര്യമാക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് കുട്ടിയും മക്കളൊന്നും ഇല്ല. എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. അത്രയും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. ഇതിപ്പോൾ വാടകയ്ക്കാണ് ഇവിടെ? ആ, വാടകയ്ക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും ഒരു സെൻറ്റ് ഭൂമിയെങ്കിലും ഞങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സഹായം തന്നു വെച്ചാൽ ഞങ്ങൾ രണ്ടാളും പോകാം. ഞങ്ങൾക്ക് കുട്ടിയും മക്കളൊന്നും ഇല്ല. മൂപ്പർക്ക് 2 കണ്ണും കാണില്ല. ഒരു സൈഡ് തളർന്നത് പോണ്. ഇതിപ്പോൾ 10 വർഷമായി കിടപ്പാണ്. അപ്പം എനിക്കും എവിടെയും പോകാനും പറ്റാത്ത അവസ്ഥയാണ്.
എനിക്ക് സുഖമില്ല, എന്നാലും എന്തെങ്കിലും നമ്മൾ ഒരു തൊഴിൽ പോയി ചെയ്യുക പറഞ്ഞാൽ എനിക്ക് അതിനും പറ്റില്ല. മൂപ്പരിനെ നോക്കാൻ തന്നെ വേണം. ആസ്പത്രിക്കൊക്കെ പോവുകയാണെങ്കിൽ മൂപ്പരെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. 2-3 ആളുടെ സഹായമാണ്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പിടിക്കാനൊന്നും പറ്റില്ല. ഇവിടെ വഴി ശരിയില്ല, ആകെ 1.5 മീറ്റർ വഴിയേ ഉള്ളൂ. ഇങ്ങോട്ട് വരാനും പറ്റില്ല, ഒരു ബൈക്കും കൂടെ കൊണ്ടുപോകാൻ തിരിക്കാൻ പറ്റില്ല. ആ ലെവലിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്തെങ്കിലും ഒരു ഉപകാരം എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരികയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും പഠിച്ചവൻ്റെ അടുത്ത് ഞങ്ങൾ കേൾക്കുക. എന്തെങ്കിലും ഒരു ഉപകാരം സഹായം ചെയ്ത് അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത്രയും ഒരാളെ കൊണ്ടുപോകാൻ വയ്യാണ്ട് എടുത്തിട്ട് പോകേണ്ട കണ്ടീഷനാണ്. ഒരു 1.5 മീറ്റർ വഴിയിൽ ഒരു ബൈക്ക് വന്ന് ഇങ്ങനെ തിരിയാനും കൂടെ വഴിയില്ല. ഞാൻ എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് എനിക്ക് അങ്ങോട്ടും പിടിക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും പിടിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടുത്തെ അടുത്തുള്ള കുട്ടികളിലേക്ക് സഹായത്തിന് വിളിക്കുകയാണ്. ഓട്ടോയിൽ കയറ്റണമെങ്കിൽ നടക്കാനും പറ്റാത്ത ആളാണ്. എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരും ഞങ്ങൾക്ക്. അത്രയോ പാശ്ചാത്യ രാജ്യങ്ങളിലെ രീതി കേരളീയ കാലാവസ്ഥയ്ക്ക് യോജിച്ചതല്ലെന്നും പരാതിയുണ്ട്. ലൈഫ് മിഷനിൽ കണക്കുകൾ പെരുപ്പിച്ച് സർക്കാർ നടത്തിയ പൊള്ളത്തരങ്ങൾക്ക് ചിറ്റൂരിലെ വെള്ളപ്പന കോളനി മികച്ച ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.